എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൃഹത്തിൽ നിലവിളക്ക് കത്തിക്കുന്നതിന്റെ മാഹാത്മ്യം എന്താണ്? ഹൈന്ദവർ ഒരു പുണ്യകർമ്മമായി കണക്കാക്കുന്ന ഒന്നാണ് സന്ധ്യാവേളയിൽ നിലവിളക്ക് കത്തിക്കുന്നത്. ഒരു വീടിന് നല്ല ഐശ്വര്യം കൈവരാൻ സൂര്യാസ്തമയത്തിന് മുമ്പ് നിലവിളക്ക് കത്തിച്ചു വെക്കുന്നതാണ് നല്ലത്. ഹൈന്ദവർ തങ്ങളുടെ എല്ലാ ചടങ്ങുകളും അഗ്നിസാക്ഷിയായി നടത്തപ്പെടുന്നു. നിത്യേന നിലവിളക്ക് കത്തിച്ചു വെക്കുന്ന ഗൃഹങ്ങൾക്ക് യാതൊരുവിധ ദോഷങ്ങളും സംഭവിക്കുന്നില്ല. ഈ ഗൃഹങ്ങൾ ദുഷ്ടശക്തികൾ, ദുർമൂർത്തികൾ എന്നിവയുടെ കരാളഹസ്തങ്ങളിൽ നിന്നും മോചിക്കപ്പെട്ട് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയോടും നിലകൊള്ളുന്നു. ദീപം തൊട്ട് ബന്ധിക്കേണ്ട മന്ത്രം ഇപ്രകാരമാണ്: മംഗളം ഭവതു കല്യാണം, ആയുരാരോഗ്യവർദ്ധനം, മമ ദുഃഖവിനാശനം, സന്ധ്യാദീപായതേ നമഃ. നിലവിളക്ക് കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗൃഹങ്ങളിൽ അലങ്കാരങ്ങളോട് കൂടിയതും തിരിത്തട്ടുകളോട് കൂടിയതുമായ നിലവിളക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. 2 തട്ടുകളുള്ളതും ഓടിൽ നിർമ്മിച്ചതുമായ വിളക്കുകൾ ഗൃഹങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് ഐശ്വര്യവർദ്ധനവിന് ഉത്തമം. കത്തിക്കുമ്പോൾ എണ്ണ കളയുന്ന നിലവിളക്ക് ഉപയോഗിക്കാനേ പാടില്ല. കരി പിടിച്ചതും പൊട്ടിയതുമായ നിലവിളക്ക് ഉപയോഗിക്കാനും പാടില്ല. സാമാന്യം ഉയരത്തിലുള്ള പീഠത്തിലോ തളികയിലോ വെച്ച് ഗൃഹങ്ങളിൽ നിലവിളക്ക് കത്തിക്കാം. നിലവിളക്ക് കത്തിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധ വേണം. ഒരു തിരിയിട്ട് വിളക്ക് കത്തിക്കാൻ പാടില്ല. 2 തിരികൾ ചേർത്ത് തൊഴുത് നിൽക്കുന്നത് പോലെ ഒരു ദിക്കിലേക്കിട്ട് കത്തിക്കാവുന്നതാണ്. രാവിലെ കിഴക്കോട്ട് ഒരു തിരിയിട്ട് കത്തിക്കുന്നതും വൈകുന്നേരം 2 തിരികൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഇട്ട് കത്തിക്കുന്നതുമാണ് പൊതുവെയുള്ള രീതി. കൂടാതെ 3 തിരിയിട്ടും 5 തിരിയിട്ടും ഗൃഹങ്ങളിൽ നിലവിളക്ക് കത്തിക്കാവുന്നതാണ്. 3 തിരിയിട്ട് കത്തിക്കുമ്പോൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും ഇട്ടും 5 തിരിയായിട്ട് കത്തിക്കുമ്പോൾ 4 ദിക്കിലേക്കും 5-മത്തെ തിരി വടക്ക് കിഴക്ക് ഭാഗത്തേക്കിട്ടിട്ടുമാണ് കത്തിക്കേണ്ടത്. 7 തിരിയിട്ട് കത്തിക്കുമ്പോൾ 4 തിരികൾ 4 ദിക്കിലേക്കും ബാക്കി 3 തിരികൾ വടക്ക് കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ടും വടക്ക് പടിഞ്ഞാറോട്ടും ഇടാവുന്നതാണ്. തെക്ക് ഭാഗത്തേക്ക് തിരിയിട്ട് നിലവിളക്ക് കത്തിക്കാൻ പാടില്ല. നിലവിളക്കിന് ശുദ്ധമായ എണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. ഗൃഹങ്ങളിൽ നിലവിളക്ക് കത്തിക്കാൻ ശുദ്ധമായ വെളിച്ചെണ്ണ, എള്ളെണ്ണ എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. ധാരാളം കറുത്ത പുക ഉയരുന്ന തരത്തിലുള്ള എണ്ണ ഉപയോഗിക്കാൻ പാടില്ല. വിളക്ക് കരിന്തിരി കത്താൻ പാടില്ല. വിളക്ക് കത്തിക്കുമ്പോഴും അണയ്ക്കുമ്പോഴും പ്രത്യേക തരത്തിലുള്ള മന്ത്രങ്ങൾ ചൊല്ലുന്നത് ഐശ്വര്യപ്രദമാണ്. വളരെ ശുദ്ധമായ തിരി, എണ്ണ, വിളക്ക് എന്നിവയാണ് നിലവിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കേണ്ടത്. ശരീരത്തിനും മനസ്സിനും ശുദ്ധത ഉള്ളപ്പോൾ മാത്രമേ നിലവിളക്ക് കത്തിക്കാവൂ. തിരി പടർന്നു കത്തുവാനോ തെളിച്ചമില്ലാതെ മങ്ങിക്കത്തുവാനോ പൊരികൾ പൊട്ടുവാനോ ഇരട്ട ജ്വാലയിൽ കത്തുവാനോ കാരണമില്ലാതെ കെടാനോ പാടില്ല. നിലവിളക്ക് തിരി കെടുത്തുമ്പോഴും പ്രത്യേകം ശ്രദ്ധ വേണം. ഊതിക്കെടുത്തുവാനോ കൈകൊണ്ട് വീശിക്കെടുത്തുവാനോ പാടില്ല. തിരി പുറകിലോട്ട് ചായിച്ച് എണ്ണയിൽ മുക്കിയോ അല്പം എണ്ണ കത്തി നിൽക്കുന്ന തിരിയിൽ വീഴ്ത്തിയോ അണയ്ക്കാവുന്നതാണ്. കൂടാതെ സന്ധ്യയ്ക്ക് നിലവിളക്ക് കത്തിച്ച് അതിൻ്റെ മുൻപിൽ നാമജപം ചെയ്യുന്നത് വീടിന് ഐശ്വര്യവർദ്ധനവും സമ്പൽ സമൃദ്ധി വർദ്ധിക്കുന്നതിനും വിശേഷപ്പെട്ടതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഓൾ.